അക്ബറും റെന ഫാത്തിമയും തമ്മിലുള്ളൊരു സംഭാഷണം അതിനെ സത്യം പറഞ്ഞാൽ എടുത്തു വെച്ചിട്ട് കുറേ അധികം പേര് തെറ്റിദ്ധരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു അക്ബർ അങ്ങനെ പറഞ്ഞു എന്ന്. എനിക്ക് കുറച്ച് വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതെന്താ കാണാത്തത്, എന്താ പറയാത്തതെന്ന്. അത് സത്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ആക്ച്വലി അക്ബർ ഉദ്ദേശിച്ചത് അതല്ല. റെന ഫാത്തിമയും ഷാനവാസിനെയും ജയിലിലേക്ക് വിടുകയാണ്. ജയിലിൽ വെച്ച് റെന ഫാത്തിമ പ്രഗ്നന്റ് ആകും എന്നാണ് അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പം അക്ബർ അത് മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു എന്നാണ്. സ്വാഭാവികമായിട്ടും അക്ബർ ഒരു ഔട്ട്സ്പോക്കൺ ആണ്, വല്ലാത്ത ഒരു ക്യാരക്ടറാണ്. അവൻ കാണുന്ന രീതിയിലല്ല. നമ്മൾ ആ ഒരു ഷോയിൽ, പർട്ടിക്കുലർ ഷോയിലാണല്ലോ ഫേമസ് ആയത്. ആ ഷോയിൽ കണ്ട ഒരു ഇന്നസെന്റ് മാനൊന്നുമല്ല അവൻ. വളരെ ക്രൂക്കഡും വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയും തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ അവൻ ഇന്നസെന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം ബിഗ് ബോസിൽ നടന്ന ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ പ്രഗ്നൻസി കാണിച്ചുകൊണ്ട് റേണ ഒരു ഡ്രാമ കാണിച്ചിരുന്നു. അതേ ഡ്രാമ അവിടെയും കാണിക്കുമോ എന്നുള്ള ആ ഒരു ഫോമിൽ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ അല്ല എങ്കിൽ അക്ബർ പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് ഡിസ്കഷന് വരാത്തിടത്തോളം എനിക്ക് മനസ്സിലായത് അതാണ്. ഈ ഒരു സ്പെസിഫിക് സംഗതി നടക്കുന്ന സമയത്ത് ജിസേൽ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ജിസേലിന്റെ ഡ്രസ് കോഡിനെ പറ്റിയൊന്നും ആരും സംസാരിക്കുന്നില്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഡ്രസ് കോഡാണ് അവൾ ഇട്ടിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു വോയിസോ നമ്മൾ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മളതവിടെ ചേർത്ത് വെക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാകണം. റെന ഫാത്തിമ അക്ബറും പിന്നെ ഷാനവാസുമൊപ്പം ജയിലിലേക്ക് പോകുന്ന ഒരു സീൻ, അതിന് തൊട്ടു മുമ്പുള്ള ഒരു ഡിസ്കഷനിൽ റെനായും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നിടത്താണ് അക്ബർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നീ ജയിലിൽ പോകുമ്പോൾ പ്രഗ്നന്റ് ആകും. അത് ഷാനവാസ് അവളെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു വൾഗാരിറ്റി അയാൾ ഒരു കമന്റ് ആയിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷാനവാസിന്റെ ക്യാരക്ടറിനെ ഇവനെ പിടിച്ച് ഇടിക്കും എന്നുള്ളത് അയാൾക്ക് അറിയാം. ഇടി മിക്കവാറും ഇവന് കിട്ടാൻ എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ചെയ്യാതെ ഞാൻ കണ്ടതാണ്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഈ ഓഫ് കോഴ്സ് നമുക്ക് അങ്ങനെ തോന്നും, വല്ലാത്തൊരു ബോധ നിലവാരമാണ് അവനെന്നുള്ളത്. അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഒന്നാമത്തെ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള ബിഗ് ബോസിന്റെ ഒരു സംഗതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരോഗമനവാദം ഇല്ലാത്ത കുറേ പേർക്കിടയിലേക്ക് പുരോഗമനവാദം തള്ളിക്കയറ്റുന്ന ബിഗ് ബോസ് എന്നാണ് വരുത്തി തീർക്കുന്നത്. ആക്ച്വലി അവിടെ പുരോഗമനവാദം ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി അത് അക്ബറും അക്ബറിന്റെ ഫാമിലിയാണ്. കാരണം വേറെ ഒരാളുടെ ഫാമിലിയും ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുരോഗമനവാദം തീർത്തും ഇല്ലാത്ത ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്തിരിക്കുന്നത് അക്ബറിന്റെ അമ്മയാണ്. അപ്പൊ അക്ബറിന്റെ അമ്മയും അക്ബറുമാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാര്. അതുകൊണ്ട് തന്നെ അയാളുടെ വായിൽ നിന്ന് അത്രയും നല്ല കാര്യങ്ങൾ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും തെറ്റാണെന്നാണ് എൻ്റെ ഒരു വശം. അക്ബർ കുറെ കൂടെ ബാക്ക്വേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ആ കാണുന്ന പൊലിപ്പേ ഉള്ളൂ. അയാളുടെ ഉള്ളിൽ അത്രത്തോളം വൃത്തികേടാണ് ഉള്ളിലുള്ളത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയാണ് എന്ന് സ്പെസിഫിക്കലി ഇയാളെ പറയുന്നത് കാണുമ്പോൾ സത്യത്തിൽ അതൊരു സത്യമുണ്ടെന്ന് തോന്നും. അങ്ങനെയാണ് അയാൾ അവിടെ ബിഹേവ് ചെയ്യണം. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ എല്ലാത്തിലും ഇടയിലും ഉണ്ട് താനും എന്നാൽ ഇല്ലേം താനും. ഇപ്പൊ അനുമോളാണെങ്കിൽ അക്ബറിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഒരു വിഷയം പറയുന്നുണ്ട്. ഷാനവാസ് ആ ടാസ്ക് ചെയ്യാത്തതിനെ ബേസ് ചെയ്തിട്ട് അക്ബർ വന്ന് അനുമോളെ ശകാരിക്കുന്നുണ്ട്. കാരണം അവരാണല്ലോ അസിസ്റ്റന്റ് മാനേജറൊക്കെ. അപ്പം ആ ശകാരം കേട്ടുകൊണ്ട് നിൽക്കുമ്പം അനുമോളിനൊരു സ്റ്റാൻഡ് ഉണ്ട്. അയാൾ യൂണിഫോം ഇട്ടിട്ടില്ല, അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ ഒക്കത്തില്ല എന്നൊരു സ്റ്റാൻഡ് അനുമോൾ എടുക്കുമ്പോൾ അനുമോളെ കുറ്റപ്പെടുത്താനാണ് അക്ബർ ഊക്കം കാണിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്പെസിഫിക് പോർഷൻ നമുക്ക് എടുത്തു വെച്ച് അക്ബറിനെ പറ്റി പറയാനുണ്ട്. പക്ഷെ അക്ബർ മനഃപൂർവ്വമായി തന്നെ പലരെയും അവഗണിക്കുകയും മോശം പറയുകയും ഒക്കെ ചെയ്യുന്നത് അയാളുടെ ഗെയിം പ്ലാൻ തന്നെയാണ്. അയാൾക്ക് അത്രയൊന്നും ഗെയിം കളിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി സെർഗോ അയാൾക്ക് തന്നെയാണ് കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ജനങ്ങളിലേക്ക് അത് എത്താതിരിക്കാൻ മാക്സിമം സെർഗോ ശ്രമിക്കുന്നതിന്റെ പരിണിത ഫലമാണ് ബാക്കിയുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. ഏറ്റവും നന്നായി കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെയൊക്കെ കളഞ്ഞിട്ട് കുറേ ഷൊട്ടകൾ അവിടെ ഇട്ടതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ ജയിപ്പിക്കുക എന്ന ഒരു ഇതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ പ്രവീണൊക്കെ നല്ല കളിയായിരുന്നു. ആ പ്രവീണിനെ മാറ്റിയത് കൊണ്ട് നമുക്ക് കംഫർട്ടാണ്. കാരണം അനുമോൾ അവൻ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രവീൺ പോകണമെന്നുണ്ടായിരുന്നത്. പക്ഷെ പ്രവീൺ നല്ല പ്ലെയർ ആയിരുന്നു. പ്രവീൺ മാത്രമല്ല മുമ്പ് പോയ സരിക, പിന്നെ മറ്റേ ഹോട്ട് സീറ്റ് സരിക അല്ല, മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ കലാഭവൻ സരിക, അത് നന്നായിട്ട് പെർഫോം ചെയ്തൊരു വ്യക്തിയാണ്. അവരെന്തിനു ഓടിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അത്യാവശ്യം അക്ബറിന് പ്രോബ്ലം ഉണ്ടാകുന്ന ആൾക്കാരെ തന്നെ അവർ ടാർഗറ്റ് ചെയ്തിട്ട് പുറത്തേക്കാക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്.
അപ്പം കപ്പ് അങ്ങ് അക്ബറിൻ്റെ അടുത്ത് കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. തെറ്റുകാരനാണ് എന്ന് കരുതി എല്ലാം അയാൾ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അക്ബർ പറഞ്ഞത് വളരെ കോമൺ ആയിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നീ അതിനകത്ത് പോയാൽ നീ ഗർഭിണിയാകും എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ട് അതിനകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ടാസ്കിൽ അവൾ അങ്ങനെ കാണിച്ചിരുന്നു. പ്രഗ്നൻ്റ് ആകുന്നത്, കൊച്ചുണ്ടാകുന്നത് ഒക്കെ കിടന്ന് കുറേ പെർഫോമൻസ് കാണിച്ചല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവളുടെ മോശം ഇതാണെന്നും അവൾ ആ ടാസ്ക് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു സ്റ്റാർ മാത്രം കിട്ടുന്ന ലെവലിലേക്ക് അവളെ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അവർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ ഒരു പോർഷനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ജയിലിൽ പോകുമ്പോൾ നീ പ്രഗ്നൻ്റ് ആയിട്ട് പോയെന്ന് പറഞ്ഞാൽ, അല്ലാതെ ജയിലിലിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് മുമ്പ് അനുമോളെയും അനീഷിനെയും വെച്ചിട്ട് അക്ബർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അക്ബർ ആണോ എന്നറിയത്തില്ല, പക്ഷേ ഇവരെല്ലാവരും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് പറഞ്ഞിരുന്നു. അനീഷിനത് ഭയങ്കരമായിട്ട് ഹേർട്ടും ചെയ്തിരുന്നു. പക്ഷേ അനീഷ് അത് കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഇതിനപ്പുറം വെറ്റുകൾ പറയും. ഒരുപക്ഷെ ജയിലിൽ അനീഷും അനുമോളും ഒറ്റയ്ക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ തമ്മിലൊരു ചെറിയ രീതിയിലൊരു സൗഹൃദം വളർന്നത് തന്നെയാണെന്ന് തോന്നുന്നു. അനീഷിന് നല്ല ഒരു അനിയത്തി കുട്ടിയോടുള്ള സ്നേഹം തന്നെയാണ് അനുമോളോട് ഉള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഇത് മറ്റൊന്നുമല്ല, വൃത്തികേട് പറയാനും തക്കവണ്ണ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ പെണ്ണുങ്ങൾക്കിടയിൽ കിടന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നെവീനും ആര്യനുമാണ്. ഒരിക്കലും ഷാനവാസോ അനീഷോ ആ ഒരു കാറ്റഗറിയിലല്ല. അവരെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ സത്യത്തിൽ അത് പിന്നെ ജനങ്ങൾ അത് കൈകാര്യം ചെയ്യുമെന്നുള്ള നല്ല ബോധം അക്ബറിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ അക്ബർ ഒരു മിസ്റ്റേക്കാണ് പറയുന്നതെങ്കിൽ ആ സാധനം അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല എന്നുള്ള കോമൺ സെൻസും കൂടെ ഇതിനെ റിവ്യൂ ചെയ്യുന്നവർക്ക് വേണം. കാരണം ബിഗ് ബോസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരെന്ന് വെച്ചാൽ അത് അക്ബർ തന്നെയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓരോ തവണ എപ്പിസോഡ് വരുമ്പോഴും ലാലണ്ണൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രിയോറിറ്റി അക്കൂ മോന് സുഖം തന്നെ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പ്രിയോറിറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ അക്ബറാണ്. ആദ്യം തന്നെ രേണു സുധിക്ക് ഇത്രയും ഫാൻ ഫെയിം പുറത്തുണ്ട്, അത്രയും പേരെ കാണുന്ന ഒരു വ്യക്തിയായിട്ട് പോലും രേണു സുധിയെ അത്രയും വൾഗറായിട്ട് പറഞ്ഞത് അയാളാണ്, അത്രയും മോശം പറഞ്ഞത് അയാളാണ്. എന്നിട്ടും ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. യാതൊരു രീതിയിലൊരു പരിഗണനയും കൊടുക്കാതെ രേണുവിനെ ഇൻസൾട്ട് ചെയ്യാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അനുമോളെ പിന്നെ മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ പോലും അടിക്കാൻ കയറുന്നുണ്ട്. രണ്ടാമത് വേറൊരു വിഷയത്തിലും ലക്ഷ്മിയെ തല്ലാൻ കയറുന്നുണ്ട്. മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ലക്ഷ്മിയോടും ചാടി കടിക്കുന്നത്. അത്രയും സ്വാതന്ത്ര്യം മറ്റൊരു കണ്ടസ്റ്റന്റിന് അവിടെ കൊടുത്തിട്ടില്ല. അപ്പം അക്ബർ എന്ന വ്യക്തി അത്ര ഡീസൻ്റ് ഒന്നും അല്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അയാൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് തീർച്ചയായിട്ടും ഇടണം. വിമർശനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്